നമ്മൾ സംസാരിച്ച പാട്ടുകളിൽ ഈ പാട്ടും സിനിമയുമായിട്ടൊക്കെ എങ്ങനെ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ആയുഷ്കാലത്തിലെ മൗനം സ്വരമായി തീർച്ചയായിട്ടും രസമുള്ള പാട്ടാണ്. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, സ്വർഗം മലരായി ഈ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതി അലയിൽ ആരോ സാന്ത്വനമായി എന്നാണ് മുരളിക യൂതി എന്നാണ്. മരിച്ച ആള് അതെ, പിന്നാലെ പോവുക സാന്ത്വനിപ്പിക്കാൻ. അതാണ് അതാ പടത്തിന്റെ തീമാണ്. തീമാണ്. ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടതാണല്ലോ ആ പടം. അപ്പം അതിനകത്തും ഈ ഒരു സ്മൃതി പദമൊക്കെ കൊണ്ടുവരാൻ, ആ സ്മൃതി എന്ന് പറയുന്നത് ഇല്ലാത്ത സാധനമാണ്. അതെ അതെ അതെ, ഉണരും സ്മൃതി അലയായി ആരോ പാടുകയായി. ആ പാട്ട് യേശുദാസിന്റെ ശബ്ദം ഭയങ്കര രസമാണ്. അയ്യോ, മനോഹരമായിട്ട് പാടി. മൗനം സ്വരമായി എന്ന് പറയുമ്പോഴേ അതെ അതെ, മൗനത്തിന്റെ അഗാധത. അയ്യോ, അതും ഈ രണ്ടാമത് ഹിറ്റായി വന്ന പാട്ടുകളിൽ ഒന്നാണ്. അതെ അതെ. ആ സമയത്ത് ആ പടം എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിരുന്നു, പക്ഷെ അത്രയേറെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ആൾക്കാർക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ അത് നമ്മൾ റീവാച്ച് ചെയ്യുന്ന പടമായി മാറി. പിന്നെ ഒരുപാട് ആൾക്കാർ കാണുന്നു. അത് ഭയങ്കര സന്തോഷം. ഈ പാട്ട് ഭയങ്കരമായിട്ട് ക്ലിക്കായി ഇപ്പൊ. അതെ, ഈ റീവാച്ചിന്റെ കാര്യം പറയും പോലെയാണ്. ഇപ്പൊ വടക്കം വീരഗാഥ റിലീസ് ചെയ്തു. അതെ, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അതിൽ സാറ് എഴുതിയത് ഉണ്ണി ഗണപതിയും ഇന്ദുലേഖ കണ്ടുറന്നു. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ അത്. ഇവള് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കണ്ണു തുറന്നതാണ്, ഇയാൾ വരുന്നതാണ്. അതാണ് ആ സിറ്റുവേഷൻ. ആ വരവനെ ഭയങ്കര ഗംഭീരമായിട്ട് ഇന്ദ്രജാലം മെല്ലെ ഉണർത്തി മന്മഥന്റെ തേരിലേറ്റി ആ കുതിരപ്പുറത്ത് ചോദിക്കുന്നുണ്ട്, എവിടെ എനിക്ക് എല്ലാം വേണം, എവിടെ സ്വർണ്ണ ചാമരങ്ങൾ. 1000 ജ്വാലാമുഖങ്ങളായി തുടിയുണരും, അല്ല അതാണ് മനസ്സുണരുന്ന തുടി മുഴങ്ങിയെന്നാണ്. അത്രയും അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന അത്രയും വലിയ തുടിയാണ് ഉള്ളില് മുഴങ്ങിയത്. അത് അസാധ്യ സിനിമയായിരുന്നു. അതായത് സിനിമയാണ്. ആ പാട്ടിന് ഇത്രയും സിറ്റുവേഷന് കറക്റ്റായിട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്തതാ. അല്ല, അത് സാർ എഴുതുന്ന സമയത്ത് MD ഉണ്ടായിരുന്നോ അവിടെ സർക്കിളില്? അല്ല, വാച്ചോട്ടായിട്ട് സംസാരിച്ചിട്ടിരുന്നു. പിന്നെ ഇതേണ്ടല്ലോ ഹരിഹര മാഷുണ്ടായിരുന്നു. മാഷായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പാട്ടതാണ്. ഭയങ്കര ഒരു ബന്ധമായിരുന്നു. ഭയങ്കര രസമാണ്. ഒരു ഗുരു തന്നെയാണ് അയാള് ശരിക്കും. എനിക്ക് ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് എനിക്ക് കിട്ടി. വലിയൊരു ഗുരുവാണ് ശരിക്കും. ജയകുമാർ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചന്ദനലേപ സുഗന്ധം എഴുതുന്ന സമയത്ത് MD സാറാണ് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തത്. വാസുവേട്ടൻ എന്നെ വിശ്വാസമായിരുന്നു. അദ്ദേഹം വന്നിട്ടില്ലാണ്, ഹരിഹര മാഷായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ വാസുവേട്ടൻ്റെ പടങ്ങൾ ഞാൻ കുറേ എണ്ണം ചെയ്തല്ലോ. അപ്പോഴൊക്കെ വാസുവേട്ടൻ ഞാൻ അവിടെ പോയി കാണും, സംസാരിക്കും, അങ്ങനെയൊക്കെ ചേർന്ന്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സാധനമൊക്കെ വരുമൊക്കെ ചെയ്യും. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യും, അവിടെ തന്നെ കറക്റ്റ് ചെയ്യും, ബോധ്യപ്പെടുത്തിയിട്ടേ വിടുള്ളൂ. ഈ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി പറയും പോലെ നമ്മൾ പറയുന്ന ഒരു പാട്ടും കൂടെ ഉണ്ട്. കണ്ണീർ പൂവിൻ്റെ നമ്മൾ എന്താ വെച്ചാൽ ടോപ്പ് ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്, മലയാളികളുടെ ടോപ്പ് ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ സെക്കൻഡ് വന്നപ്പോഴും അതേപോലെ മധുരം ജീവാമൃത ബിന്ദു എനിക്ക് അവിശ്വസനീയമായിട്ട് വന്നത്. എനിക്ക് ഞാനും എങ്ങനെ വിചാരിച്ചു, അത് ജോൺസണും വിചാരിച്ചു, എങ്ങനെ ഈ കണ്ണീർ പൂവിന് അപ്പുറത്തേക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്ക്, ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. ഇതേ പ്രശ്നം ഞങ്ങൾക്ക് രവിയേട്ടനുണ്ടായിരുന്നു. ഈ അബ്ദുള്ള കഴിഞ്ഞപ്പോൾ ഭരതം കഴിഞ്ഞിട്ട് പിന്നെ കമലകളം, ഈ മൂന്നും ഇങ്ങനെ അടുത്തടുത്ത് വരിക, ഓരോ കൊല്ലം. ഇനി എന്തോ ചെയ്യാം, ഒന്നും ചെയ്യാതെ നമ്മള് ആകാശം ഇരിക്കില്ലേ, ആകാശത്ത് നമ്മൾ പിടിച്ചു വെക്കും. ഹിസൈനസ് അബ്ദുള്ള കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ലെന്ന് വിശ്വസിക്കില്ലെന്നോ, അതിനപ്പുറത്തേക്ക് ഒരു പാട്ടില്ലെന്നോ. രാമകഥ വന്നപ്പോൾ അതിനപ്പുറത്തേക്കായി, അതിനപ്പുറത്തേക്ക് സായന്തനവും ഇതും വന്നു, മറ്റേ സുമുഹൂർത്തമായി. ഭയങ്കര സായന്തനം വേറൊരു മൂഡിലുള്ള പാട്ട്. അയ്യോ, സത്യം പാട്ടാ. അതാണ് ഓരോന്നിൻ്റെ ആത്മാവിനെ നമ്മൾ ആദ്യം പിടിക്കണം. അത് കിട്ടാതെ ഞാൻ എഴുതാറില്ല. എപ്പോഴും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വന്നാൽ പാട്ട് എഴുതും ഞാൻ. പിന്നെ എഴുതാൻ അത്ര സമയമൊന്നും വേണ്ട. കമലിൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഈ നമ്മളെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഗ്നിസാക്ഷി, പിന്നെ ഞങ്ങൾ ശരിക്കും ആദ്യം രവിയേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ തുടങ്ങി രവിയേട്ടനായിട്ടുള്ളൊരു കൂട്ടായ്മ ശരിയാവാത്തതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എനിക്കങ്ങനെ ഏൽക്കാൻ പറ്റില്ല. ഞാൻ രവിയേട്ടൻ്റെ സമ്മതം വാങ്ങി. സമ്മതമില്ലാതെ ആയതായിരിക്കും, പക്ഷേ ഇവരുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. രവിയേട്ടന് 6 മാസം മുമ്പേ പുസ്തകം കൊടുത്തിരിക്കുന്നു. പുള്ളി അതൊന്നും വായിക്കില്ല, അങ്ങനെയൊന്നും വായിക്കില്ല.
അതൊക്കെ ഞാൻ എഴുതിക്കോളാം പറയും. ഉം. ചെയ്യും. അവർക്ക് അക്ഷര ആവശ്യമില്ല ഉള്ളതുകൊണ്ടാ. ഉം. പക്ഷേ സിറ്റുവേഷനിൽ ആ ഊർജ്ജം കിട്ടണ്ടേ. പിന്നെ എന്നെ ഏൽപ്പിച്ചു. ഞാൻ തന്നെ ചെയ്തു. ഇവിടെ വന്നു. ഡയറക്ടർ ഇവിടെയാണ് താമസിച്ചത്, മുകളിൽ. ഉം. ഞാനും വിശ്വനും ഇടയ്ക്ക് കണ്ണു കൊടുത്ത് ഭക്ഷണം കഴിക്കും. അവിടെ ഇരുന്ന് ഞങ്ങൾ എഴുതും. എഴുത്തൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അത് ഉം. അതിൻ്റെ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി, ഓ. ശ്യാമപ്രസാദിൻ്റെ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത് അങ്ങോട്ട്. ആലത്തൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഉം. അല്ല, ആദ്യം അവർക്ക് പാലക്കാട് ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോയി. അപ്പോഴേക്കും അവിടെയല്ല. ഇദ്ദേഹത്തിൻ്റെ അമ്മ ഡോക്ടറാണ്. ഉം. അച്ഛൻ ബംഗാളിൽ എവിടെയോ ആണ്, ഏതോ ട്രെയിനിലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടുന്ന് വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കിട്ടുന്നത്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് അങ്ങനെ കിട്ടുന്നത്. അത്രയും ഒരു ആത്മബന്ധമായിട്ടാണ് ഉം. പാട്ടൊക്കെ ചെയ്തത്. ഉം. പക്ഷേ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു ശരിക്കും. അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ. ആ. അത് കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. പടം കഴിഞ്ഞിട്ട് പോലും എന്നെ വിളിച്ചിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. എന്നെ വിളിച്ചിട്ടുമില്ല. ഉം. ഉം. പിന്നെയുള്ള പടങ്ങളും എന്നെ വിളിച്ചില്ല. ഒന്നിലും എന്നെ വിളിച്ചില്ല, ഒന്നും എന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് വിഷമമായിരുന്നു. അപ്പോഴും ഓരോ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതെ, ക്രിയേറ്റേഴ്സ് എപ്പോഴും പിന്നെ അംഗീകരിക്കും. നമുക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കേൾക്കണ്ടേ. അതെ. നല്ലതായി എന്ന് പറയുന്നത് കേൾക്കാൻ സന്തോഷമാണ്. ഉം. ദാസേട്ടൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് കണ്ണിൽ നെന്മയിൽ ഓർമ്മപ്പൂവിൽ എന്നുള്ള പാട്ടുണ്ട്. ഉം. ആ പാട്ടിൻ്റെ ചരണം എന്ന് പറയുന്നത് ഭയങ്കര കൊനഷ്ടാണ്. ഉം. അതിൻ്റെ ബേസ് മധ്യമശ്രുതിയിലൊക്കെ ആക്കും. അത് ടഫാണ് പാടാൻ. ഉം. അപ്പോൾ നെയ്യാണാദ്യം കണ്ണീർ തൂവി ശ്യാമാരണ്യത്തിന്മീതേ ഉം. നെയ്യാണാദ്യം ഇങ്ങനെ പോകും, ഭയങ്കര കയ്യിൽ പോകും. പാടിക്കഴിഞ്ഞിട്ട് പപ്പാട്ടൻ നേരം കയറുന്നു. ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ, പുള്ളി ആരെയും സമ്മതിക്കില്ല. ഉം. രവിയേട്ടനാണ് ടെൻഷൻ അടിക്കുക. മറ്റേ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് പുള്ളിക്ക് ടെൻഷനാണ് ദാസറിൻ്റെ അടുത്ത് പോകാൻ. എന്നിട്ട് തിരുവനി പോകും. എന്നിട്ട് എന്നെ അകത്തിട്ടു. ഞാനാണ് അവിടെ പോയി സമാധാനിപ്പിക്കുക. എടോ ഇത് മധ്യമശ്രുതിയാണ്, ഇതെങ്ങനെ മുകളിൽ പോകും എന്നൊക്കെ ചോദിച്ച് ഇത് കേട്ട് പാടിക്കഴിഞ്ഞപ്പോൾ നിത്യനിലാവിൻമീതെ മൂവന്തിക്കഥ ഇങ്ങനെ വേണ്ടല്ലോ, അത്രയെല്ലാം ഹയ്യ. എന്നിട്ട് പപ്പടം വന്നു തിരുമേനി, ഇത് ലോകത്തിൽ ആർക്കും പാടാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ദാസേട്ടൻ പാടിയ പോലെ ലോകത്തിൽ ആർക്കും പാടാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് സാറാൻ കൊണ്ട് പോയപ്പോൾ, പപ്പാട്ടനെ കൊണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഇതല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ലേശം കൂടി ശരിയാവണം. എല്ലാവരും പറയും. ഞാൻ ഉദ്ദേശിച്ചതായില്ല ഒക്കെ സമ്മതിച്ചു. ഇത് കഴിഞ്ഞാലേ ഇതുപോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. സത്യം അതാണ്, അത് പറയില്ല. എന്നോട് പപ്പാട്ടിനെ പറ്റി മാത്രമേ ദാസേട്ടൻ പറഞ്ഞിട്ട്. ഇങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഒരു വാക്ക് ഞാൻ കേട്ടില്ല ഇന്ന് വരെ. അതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്യാമ അത് പറയുന്നത് എനിക്ക് കേൾക്കാം, എൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ ഞാൻ പ്രതീക്ഷിക്കും. അത് നമുക്ക് കിട്ടുന്നൊരു അവാർഡാണ്. തീർച്ചയായിട്ടും.